Welcome to all to the class of Cooperation of Talent Academy. നമ്മുടെ സഹകരണ മേഖലയിലുണ്ടാകുന്ന ഒഴിവുകളിൽ അപേക്ഷിക്കുന്ന എല്ലാ അപേക്ഷകർക്കും ഓൾ കാൻഡിഡേറ്റ്സ് അവർക്ക് വാം വെൽക്കം. ഈ പോർഷനിൽ കൂടെ അല്ലെങ്കിൽ ഈ നമ്മൾ തരുന്ന ക്ലാസ്സുകളിൽ കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ആ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിനികൾക്കും വളരെ കൂടുതൽ സഹായകരമായിരിക്കുന്ന ഏറ്റവും ടോപ്പ് ലെവൽ മാർക്ക് വാങ്ങിക്കാൻ സ്കോർ ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ പഠിപ്പിക്കുക. നിങ്ങൾക്കറിയാം, സഹകരണ മേഖലകളിൽ സാധാരണ ഉണ്ടാകുന്ന എല്ലാ വേക്കൻസികളിലും അത് സഹകരണ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആയിക്കൊള്ളട്ടെ, ഓഡിറ്റേഴ്സ് ആയിക്കൊള്ളട്ടെ, കോഓപ്പറേറ്റീവ് ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ വരുന്ന ഇപ്പോൾ നമ്മുടെ ഇവിടെ കേരള ബാങ്കിലായിക്കൊള്ളട്ടെ, എല്ലാ വേക്കൻസികളിലും സാധാരണഗതിയിൽ അവർ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് മോഡലിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും സാധാരണഗതിയിൽ സഹകരണ പ്രസ്ഥാനം, കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, നമ്മുടെ രാജ്യത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിനെ കുറിച്ചുള്ള വിവരണങ്ങൾ, അതുപോലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്, ആധികാരികമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഇംഗ്ലണ്ടും വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ജർമ്മനിയെക്കുറിച്ചും പിന്നെ ഇച്ചിരി ചൈനയുടെ കോഓപ്പറേറ്റീവ് സംവിധാനത്തിനെ കുറിച്ചും ഒക്കെ പഠിക്കുക പതിവ്. ഇൻ അഡീഷൻ ടു ഓൾ ദീസ്, ഇതിനൊക്കെ അതീതമായിട്ട് കോഓപ്പറേറ്റീവ് ലോ, വി ആർ ഗിവിംഗ് മോർ സ്ട്രെസ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന കോഓപ്പറേറ്റീവ് ലോക്കാണ്. ഇൻ അഡീഷൻ ടു ഓഡിറ്റിംഗ്, അതുപോലെ തന്നെ ബാങ്കിങ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് വിഷയങ്ങളിൽ അതീതമായിട്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കോഓപ്പറേറ്റീവ് ലോ അഥവാ സഹകരണ നിയമം. ഈ സഹകരണ നിയമം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്രമാത്രം ഇവിടുത്തെ പൗരന്മാർക്ക് അല്ലെങ്കിൽ ബോത്ത് ടു ദ സിവിലിയൻസ് ആൻഡ് അതർ കാറ്റഗറി, നമ്മുടെ ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പൗരന്മാർ പൗരബോധം ഉള്ളവരായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുക, ഒബേ ചെയ്യുക എന്നുള്ളതാണ്. എന്നതുപോലെ ഓൾ കോഓപ്പറേറ്റേഴ്സ്, സഹകരണ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ സഹകരണ സ്ഥാപനത്തിൽ ഉദ്യോഗം ലഭ്യമാകാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അതുമായിട്ട് നേരിട്ടും പരോക്ഷവുമായി ബന്ധമുള്ള ആൾക്കാർക്ക് അറിയേണ്ടതായ പ്രധാനപ്പെട്ട സഹകരണ നിയമങ്ങൾ എന്തൊക്കെയാണ്, അതറിയാൻ വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കുണ്ട്. സിമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടന നമ്മൾ അതിൻ്റെ ബേസിക് ലെസൺ, അടിസ്ഥാന ലെസൺ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അടിസ്ഥാന പാഠഭാഗം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതും തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. ഇപ്പൊ ലോയെ സംബന്ധിച്ചിടത്തോളം അത് സ്റ്റഡി ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പ്രധാനമായിട്ടും നമ്മളിവിടെ പറയുന്നത് പലതരത്തിലുമുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെ രൂപീകരിക്കാം, കോഓപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെ ഡേ ടു ഡേ ആയിട്ടുള്ള പ്രവർത്തനം എങ്ങനെ നടത്താം, കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അറിഞ്ഞിരിക്കേണ്ട പ്രവർത്തനങ്ങൾ ശൈലികൾ എന്തൊക്കെയാണ്, ഇതിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതിന്റെ ബൈല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതിന്റെ അൾട്ടിമേറ്റ് ഓണർഷിപ്പ് ആരിലാണ് നിഷിദ്ധമായിരിക്കുക, ഇതിന്റെ ബോർഡ് മെമ്പേഴ്സിന്റെ ദൗത്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ കാലാവധി എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബൈലയിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുക. അതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്ന, ബേസിക് ആയിട്ട് വരുന്ന, ആൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട് അലൈക്ക്, എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഒരുപോലെ അല്ല. നമ്മൾ ബോർഡ് കണ്ടിട്ടുണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന് കണ്ടിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു റിമെമ്പർ, പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ആധികാരികമായിട്ട് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് ആധികാരികമായിട്ട് അറിവില്ലാത്ത ആൾക്കാർ ആൾ ആർ സെയിം, എല്ലാം ഒരുപോലെയാണ്, നെവർ, ഒരിക്കലും അല്ല. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി തന്നെ റൂറൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നതുണ്ട്, അർബൻ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, സെമി അർബൻ ഏരിയയിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഉണ്ട്. ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം, ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ അർബനൈസ്ഡ് ഏരിയ, റൂറലൈസ്ഡ് ഏരിയ നമ്മൾ പറയുന്നത് പോലെ തന്നെ റൂറൽ കോഓപ്പറേറ്റീവ്സ് നമുക്കറിയാം. റൂറൽ, വെൻ യു ഹിയർ ദ ടേം റൂറൽ, ആ റൂറൽ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അത്തരം കോഓപ്പറേറ്റീവ് സെക്ടേഴ്സിൽ വരുന്ന majority of the people or majority of the members of such a cooperative society are the agriculturists. അവർ കർഷകരാണ്. അവർ നമുക്ക് ഫാമിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ലേബലിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഇൻ നീഡ് ഓഫ് മണി, അവർക്ക് പൈസയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ ദേ ആർ ഇൻ നീഡ് ടു ബോറോ മണി അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കുറഞ്ഞ പലിശയ്ക്ക് പണം ആവശ്യപ്പെടുന്നവരാണ്, പണം ആവശ്യമുള്ളവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് ടു ഡിപ്പെൻഡ് ദ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആ രീതിയിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ കൊടുക്കാം. ഞാനൊരു കർഷകനാണെങ്കിൽ, ഞാനൊരു ആർട്ടിസനോ അല്ലെങ്കിൽ ഞാനൊരു സാധാരണ ഒരു ഫാമർ, ഒരു അഗ്രികൾച്ചറിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഐ മീൻ നീഡ് ഓഫ് മണി, എനിക്ക് കാർഷികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു.
ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഐ ക്യാൻ ഡീൽ ഓൺലി ഇഫ് ഐ ബിക്കം ആസ് എ മെമ്പർ. ഒരു മെമ്പർ ആയാൽ മാത്രമേ എനിക്ക് അവിടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആവശ്യമായിട്ടുള്ള പണം എടുക്കാൻ പറ്റൂ. അത് ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഞാൻ ഓപ്പൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്ത കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് പറയാം ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചു ഫാമിംഗ് കോഓപ്പറേറ്റീവ്, ബിക്കോസ് ഐ ആം ആൻ അഗ്രികൾച്ചറിസ്റ്റ്. ഞാനൊരു കർഷകനാണ്. എൻ്റെ കാർഷിക മേഖലയിലുള്ള മികവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് പരിപോഷിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഐ ആം ഡിപ്പെൻഡിങ് ദ ഫാമിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ അഡ്വൈസും എനിക്ക് തരുന്നുണ്ട്. ഇനി സപ്പോസ് എനിക്കിപ്പോൾ എൻ്റെ കാർഷിക മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ എനിക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കണം, പ്രോസസ് ചെയ്ത് വെക്കണം. ഐ ഹാവ് ടു ഡിപ്പെൻഡ് ദ പ്രോസസിങ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് തനതായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് മണി ഡീലിംഗ്, ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് വർക്ക്, ഒത്തിരി ബേസിൽ ക്ലാസിഫിക്കേഷൻസ് ആർ ഓഫ് വേരിയസ് ടൈപ്സ്. മോർ ദാൻ 112 എന്നാ പറയുന്നത്. അത് 112 കൃത്യതയില്ല, 112 ക്ലാസിഫിക്കേഷൻസ് ആ കോഓപ്പറേറ്റീവ് സെക്ടേഴ്സിൽ വരുന്നത്. നമ്മൾ മിസലേനിയസിനെ ഒന്നായിട്ട് കണക്കാക്കുക. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും ക്രെഡിറ്റ് ഉണ്ട്, നോൺ ക്രെഡിറ്റ് ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, നോൺ അഗ്രികൾച്ചർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഉണ്ട്, മിസലേനിയസ് ഉണ്ട്, എഡ്യൂക്കേഷനിലുണ്ട്, പല സമസ്ത മേഖലകളിലും കോഓപ്പറേറ്റീവ് സെക്ടേഴ്സ് ഉണ്ട്. കോഓപ്പറേറ്റീവ് സെക്ടേഴ്സ് ചെന്നെത്താത്ത സ്ഥലം ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. നോട്ട് ഓൺലി ഇൻ കേരള ബട്ട് ഇൻ അതർ സ്റ്റേറ്റ്സ് ഇൻ അവർ കൺട്രി. യെസ്, നമുക്കിനി ഓരോ ക്ലാസിഫിക്കേഷനിലോട്ടൊന്നും വരാം. ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഞാൻ ആരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്രെഡിറ്റ് എന്ന വാക്കിന് സാധാരണഗതിയിൽ അർത്ഥം കൊടുക്കുന്നത് നമ്മൾ രണ്ട് അക്കൗണ്ടിങ് ലാംഗ്വേജ് അനുസരിച്ച് ക്രെഡിറ്റ് മീൻസ് not paying money immediately but giving guarantee that a repayment will be done very near future. I am purchasing certain commodities from a shopkeeper and giving guarantee him that I cannot pay this cash today and tomorrow I will clear that amount. ഇന്ന് എനിക്ക് പണം തരാൻ പറ്റുന്നില്ല, നാളെ തരാം. ഓക്കെ, ക്രെഡിറ്റ് ആയി. അത് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ പറയുന്നു. സിമിലർലി ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ സോ ക്ലിയർ. ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോഴേക്കും അത്തരം കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ മെയിൻ ആയിട്ട് അവർ ഡീൽ ചെയ്യുന്ന ബാങ്കിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ പ്രൈമറി ഫംഗ്ഷൻ എന്താ? ബോറോയിങ് അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ്, ലെൻഡിങ് അല്ലെങ്കിൽ ഗിവിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ദേ ആർ ആൾസോ ഡൂയിങ് സെക്കൻഡറി സർവീസസും ചെയ്യുന്നുണ്ട്, ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസസും ചെയ്യുന്നുണ്ട്. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ബീങ് ഡൺ ബൈ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇപ്പൊ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോഴേക്കും അവരുടെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ദേ ആർ ഡീലിംഗ് ഇൻ മണി, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആർ ഗിവിംഗ്. അവർക്ക് ആർക്ക് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ടു ദി അഗ്രികൾച്ചറിസ്റ്റ് ഓർ ടു ദി ഇൻഡസ്ട്രിയലിസ്റ്റ്, ഏത് വിഭാഗം ആൾക്കാരെന്നല്ല, അത് ആ ടൈറ്റിലിനെ ബേസ് ചെയ്തിരിക്കും. അപ്പൊ ക്രെഡിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ സാമ്പത്തിക സഹായം മെയിൻ ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന കോഓപ്പറേറ്റീവ് സെക്ടേഴ്സ് ആണ്. പിന്നെ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ മേഖലകളിലുള്ള ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി, ദ ഫേസിംഗ് പ്രോബ്ലം, ഹൗ ടു ഡിസ്പോസ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. കർഷകരും അതെ, വ്യവസായികളും അതെ, അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഫെയർ പ്രൈസിന് എങ്ങനെ വിൽക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഇംപോസിബിൾ, സാധ്യമല്ലാത്തൊരു കേസാണ്. പലപ്പോഴും അവർക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുമ്പോഴേക്കും ദേ ആർ ഫോഴ്സ്ഡ് ടു ഡിസ്പോസ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അറ്റ് എ ലോ പ്രൈസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് ഒന്നുകിൽ അത് ലോസിലോട്ടായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമാകും. സത്യത്തിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സിറ്റി, ഒരു സങ്കീർണതയായ ഒരു പ്രശ്നമാണ്. ടു സോൾവ് ദിസ് പ്രോബ്ലം കർഷകന്റെയും വ്യവസായികൾ എന്ന് പറയുമ്പോഴേക്കും പ്രത്യേകിച്ച് ഈ ചെറുകിട പിന്നെ സ്മാർട്ട് സ്കെയിലൊക്കെ വരുന്ന അത്തരത്തിലുള്ള കുടിൽ വ്യവസായികളും അതുപോലെ ചെറുകിട വ്യവസായികളും അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്ന് പറയുമ്പോഴേക്കും ദേ കാൺ ഡിസ്പോസ് ദ അവരുടെ എത്ര ക്വാളിറ്റേറ്റീവ് ഗുണകരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണെന്നുണ്ടെങ്കിലും അവർക്ക് വൻ വ്യവസായികൾ കൊടുക്കുന്ന അത്രയും ആഡോ അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ സെയിൽസ്മാൻഷിപ്പോ ദേ കാൺട്ട്, അവരെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെ വരുമ്പോഴേക്കും അവരുടെ പ്രോഡക്റ്റ് ഗവൺമെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഏറ്റെടുക്കുന്നു, ഡിസ്പോസ് ചെയ്യുന്നു. സോ ഈസി. നമ്മുടെ ശരിക്കും ഹാൻഡെക്സ് പോലുള്ള അല്ലെങ്കിൽ കൊയർ മേഖലകളിലുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലകളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ കാർഷിക മേഖലകളിലുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഒരു പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഹാവ് എ വൈറ്റൽ റോൾ ഇൻ ദി കോഓപ്പറേറ്റീവ് സെക്ടർ.
നമ്മുടെ സഹകരണ സെക്ടേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ. കാരണം കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തനതായിട്ട് ആലോചിച്ചാൽ മതി. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകന്റെ സാധനങ്ങൾ സമയത്തിന് വിറ്റഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബിസിനസിന്റെ കാര്യം വളരെയധികം ബുദ്ധിമുട്ടിലാവും. ആ ബുദ്ധിമുട്ട് ഒരു പരിധി പരിഹരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതുകൊണ്ട് ഒത്തിരി നേട്ടങ്ങൾ കർഷകർക്കും കർഷകരല്ലാത്ത ആൾക്കാർക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചുള്ള ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറയുമ്പോൾ ലോസാണ്, നഷ്ടമാണ്, അതുണ്ടാവുന്നില്ല. 2, അവരുടെ കയ്യിൽ റൊട്ടേറ്റ് ചെയ്യാൻ, കൃഷി ഇറക്കാനും അല്ലെങ്കിൽ മറ്റുള്ള മേഖലകൾക്കും ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ പണം അവരുടെ കൈവശം ഉണ്ടാകും. അപ്പോൾ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ ന്യായമായ വിലയ്ക്ക് കർഷകർക്ക് സാധനങ്ങൾ വിറ്റുകൊടുക്കുക എന്നതിനേക്കാൾ ഉപരി കർഷകന്റെയും അല്ലെങ്കിൽ മറ്റുള്ള കുടിൽ വ്യവസായികളുടെയും സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഒരു നിർണായകമായിട്ടുള്ള സ്ഥാനമാണ് വഹിക്കുക. കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അഥവാ കൺസ്യൂമർ സൊസൈറ്റീസ് നോക്കൂ, ഇത് നമ്മുടെ രാജ്യത്തിന്റെ, ഇത് ഒത്തിരി രാജ്യങ്ങൾ ഇത് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടേ. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇഫ് സപ്പോസ് ഐ ആം എ കൺസ്യൂമർ, വാട്ട് ഐ ഇന്റൻസ്, ഞാൻ എന്താ ആഗ്രഹിക്കുക, ഐ ഹാവ് ടു ഗെറ്റ് ദ അൺഅഡൾട്ടറേറ്റഡ് പ്രോഡക്റ്റ് അറ്റ് ദ റൈറ്റ് ടൈം, അറ്റ് ദ റൈറ്റ് പ്രൈസ്, അറ്റ് ദ റൈറ്റ് സോഴ്സ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഏത് പ്രോഡക്റ്റ് ആയിക്കൊള്ളട്ടെ അത് അൺഅഡൾട്ടറേറ്റഡ് ആയിരിക്കണം, മായം ചേർക്കാത്തതായിരിക്കണം. എങ്ങനെയാ? അറ്റ് ദ റൈറ്റ് പ്രൈസ്, യഥാവിലയ്ക്ക് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും തന്നെ ഹയർ പ്രൈസ് ആകരുത്. എന്ന് പറയുമ്പോഴേക്കും അത് ഞാൻ ഉദ്ദേശിക്കുന്ന നിലവാരത്തിന് അപ്പുറമുള്ള വിലയാവരുത്. പിന്നെയോ അറ്റ് ദ റൈറ്റ് ടൈം, നമുക്ക് എപ്പോഴെങ്കിലും സാധനം കിട്ടിയാൽ പോരല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് കിട്ടണം. അപ്പൊ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യുന്നതും അത് തന്നെയാണ്. ഒരു കൺസ്യൂമറുടെ മനസ്സിൽ എന്ത് ആഗ്രഹിക്കുന്നുവോ, വാട്ട് ഹി എക്സ്പെക്ട്, വാട്ട് ഹി ഇന്റൻസ്, വാട്ട് ഹി എയിംസ്, ദാറ്റ് വിൽ ബി സാറ്റിസ്ഫൈഡ്, ദാറ്റ് വിൽ ബി മെറ്റീരിയലൈസ്ഡ്. അത് പൂർത്തീകരിക്കുന്നു ആരാ? കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോഴേക്കും ദേ ഹാവ് ആൾസോ ദെയർ ഓൺ റോൾ ടു പ്ലേ. അവരുടേതായ പങ്ക് നല്ലോണം വഹിക്കാനുണ്ട്. അത് ഫാമിംഗ് എത്ര പറഞ്ഞാലും പറ്റത്തില്ല, അത് നമുക്ക് തീരെ കുറഞ്ഞു പോകും. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക മേഖലയായതുകൊണ്ടല്ല അധികം ആൾക്കാരും പ്രത്യക്ഷമായും പരോക്ഷമായും, ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി, മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ. നമുക്ക് എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യ മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കൺസ്യൂമർ കൺട്രി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെവർ, ഒരിക്കലും അല്ല. നമ്മൾ സെൽഫ് സാറ്റിസ്ഫൈഡ് ആണോ, സ്വയം തൃപ്തരായോ, അല്ലെങ്കിൽ സ്വയം പര്യാപ്തത നേടിയിട്ടുള്ള രാജ്യമാണോ? ഒരിക്കലും അല്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ആർ ഇമ്പോർട്ടിംഗ് മെനി കമോഡിറ്റീസ് ഫ്രം എബ്രോഡ്. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പലതും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ സൊസൈറ്റീസ് ആർ സേഫ് ഗാർഡിങ് ദ ഫാമേഴ്സ്. നമ്മുടെ ഇവിടുത്തെ ഫാമിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെന്റും അതേ മെമ്പേഴ്സും തന്നെ സ്വയം നമ്മൾ ഇവിടുത്തെ കർഷകരെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു. എങ്ങനെയാ? നമ്മൾ ചിലപ്പോൾ ഷോർട്ടേജ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വളരെയധികം എന്താ പറയുക കമ്മി വരുമ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. അത് ഒരു തരത്തിലും കർഷകരെ സാരമായിട്ട് ബാധിക്കുന്നില്ല. ഈ കാർഷിക മേഖലയിൽ സാധനം വിളയിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവർ ഉദ്ദേശിക്കുന്ന വില കിട്ടത്തില്ല. അപ്പോൾ ഇവർ ഡബിൾ എഡ്ജഡ് ആക്ട്സ് ആണ്. കാരണം രാജ്യത്തിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു, എപ്പോഴൊക്കെയാണ് ഷോർട്ടേജ്, എപ്പോഴൊക്കെയാണ് കമ്മി. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് കർഷകരെയും ബാധിക്കുന്നില്ല. അപ്പോൾ നിർണായകമായിട്ടുള്ള സ്ഥാനം ഫാമിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് ചെയ്യാനുണ്ട്. ഇവർ നേരത്തെ ഞാൻ ഡബിൾ എഡ്ജഡ് എന്ന് പറയാൻ കാരണം സ്വയം അവരുടെ ആ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം, പിന്നെ സമൂഹത്തിൽ ഒരു തരത്തിലും അവരുടെ ആ ഉൽപ്പന്നം കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ അതുപോലെ പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ ഇതും അതെ. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ മേഖല മാത്രമല്ല, ഏത് മേഖലയും ആയിക്കൊള്ളട്ടെ. ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് വരും, ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് വരുന്നുണ്ട്, ഇറിഗേഷണൽ ഫെസിലിറ്റീസ് എന്നുണ്ട്. എല്ലാ മേഖലകളിലുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഒരു നിർണായകമായിട്ടുള്ള സ്ഥാനമാണ് വഹിക്കുക. യെസ്, അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻസ് തന്നെ സാമ്പത്തിക അല്ലെങ്കിൽ നമ്മളെ ക്രെഡിറ്റ് എന്നുള്ള ബേസിൽ ക്രെഡിറ്റ് വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ നോൺ ക്രെഡിറ്റ് എന്ന് പറയാൻ കഴിയും, അല്ലെ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നോൺ അഗ്രികൾച്ചർ എന്ന് പറയാൻ കഴിയും. പക്ഷേ ക്ലാസിഫിക്കേഷൻസിൽ ഓരോ ടൈറ്റിലായിട്ട് വളരെ വ്യക്തത കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാത്തത്. ഇതുപോലെ തന്നെയാണ് ഇത് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആൾ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട് സെയിം. എല്ലാ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സെക്ടേഴ്സും ഒരുപോലെയല്ല. ബെസ്റ്റ് എക്സാമ്പിൾ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്, കാർഷിക വികസന ബാങ്കുകൾ. ഏർലിയർ ഇറ്റ് വാസ് നോൺ ആസ് ലാൻഡ് മോർഗേജ് ബാങ്ക്.
വർഷങ്ങൾക്ക് മുമ്പ് ഇതിനറിയപ്പെടുന്നത് ഭൂപണയ ബാങ്കുകൾ എന്നായിരുന്നു. ഇന്ന് ആ പേര് മാറ്റി ഭൂവികസന ബാങ്കുകൾ എന്നാക്കി മാറ്റി. ഇത്തരം ബാങ്കുകൾ കൊടുക്കുന്നത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഓൺലി. മെയിൻലി ദേ ആർ ഗിവിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ലോങ് ടേം. വളരെ നിർണായകമായിട്ടുള്ള മെമ്പേഴ്സിന് ദേ ആർ ആൾസോ ഗിവിംഗ് ഷോർട്ട് ടേം. പക്ഷേ 2 ടയർ എന്ന് പറയാൻ കാരണം അതാ, ഈ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്, കാർഷിക വികസന ബാങ്കുകൾ എന്ന് പറയുമ്പോഴേക്കും ഒന്നുകിൽ പ്രൈമറി തലം അല്ലെങ്കിൽ സ്റ്റേറ്റ് തലം. അപ്പൊ നോക്കിക്കോളൂ, ഷോർട്ട് ടേം, ലോങ് ടേം. ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഒന്ന് പറയാം. ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം, ഇടയ്ക്കൊന്നുണ്ട് മീഡിയം ടേം. 3 ടയറിൽ വരുന്ന മിക്കവാറും കോഓപ്പറേറ്റീവ് സെക്ടേഴ്സ് എല്ലാം ഈ ടേം ലോൺസ് കൊടുക്കാറുണ്ട്. ഷോർട്ട് ടേം കൊടുക്കാറുണ്ട്, മീഡിയം ടേം കൊടുക്കാറുണ്ട്, അപൂർവമായിട്ട് ലോങ് ടേം കൊടുക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ കൊടുക്കാൻ കഴിയും. അപ്പോൾ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സെക്ടേഴ്സ് എല്ലാം ഒന്നല്ല. എന്താ പറയാൻ കാരണം, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് മാത്രം കൊടുക്കുന്ന കോഓപ്പറേറ്റീവ് സെക്ടേഴ്സ് കൊടുക്കാറുണ്ട്. മൈക്രോ ഫിനാൻസ് എല്ലാം ആ ഷോർട്ട് ടേമിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി മീഡിയം ടേം എന്ന് പറയുമ്പോഴേക്കും പ്രധാനമായിട്ടും പിന്നെ ഒരു അപ് ടു 3 years ആണ്, 3 വർഷക്കാലം വരെയാണ് അവർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുക. അത് മിക്കവാറും തന്നെ എന്താ പറയാ, ഈ പിന്നെ കർഷകരായിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇൻപുട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാത്ത മറ്റ് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സാമ്പത്തിക സഹായം ചെയ്യുക. ഇത് 3 years കഴിയുമ്പോഴേക്കും അത് 3 yearsനകത്ത് തന്നെ അവർ റീപേയ്മെന്റും തുടങ്ങിയിരിക്കണം. ഇനി ലോങ് ടേം നമുക്കറിയാം, ദീർഘകാല വായ്പ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഹ്രസ്വകാല വായ്പ, മിതകാല വായ്പ, ദീർഘകാല വായ്പ എന്ന് പറയും. ഇനി ഹൗസിംഗ് സൊസൈറ്റീസ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും, ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹോംലെസ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, വീടില്ലാത്തവരായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാർക്കും അവര് ലാൻഡ്ലെസ് ആയിരിക്കാം, ഹോംലെസ് ആയിരിക്കാം, ഭൂരഹിതരായിരിക്കാം, വീടില്ലാത്തവരായിരിക്കാം. അപ്പം ഇത്തരം ആൾക്കാരുടെ ഏറ്റവും ബേസിക് നെസസിറ്റി, നമുക്ക് സാധാരണ പ്രൈമറി നെസസിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും കഴിക്കാൻ ആഹാരവും, ധരിക്കാൻ വസ്ത്രവും, കിടക്കാൻ ഇടവും. അപ്പം കിടക്കാൻ ഇടം അല്ലെങ്കിൽ ഹോം എന്ന് പറയുമ്പോഴേക്കും ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രൈമറി നെസസിറ്റീസ് ഓഫ് എ മാൻ. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യമാണ്. ഈ ആവശ്യം പൂർണ്ണമായിട്ട് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ സഫലീകരിക്കാൻ അല്ലെങ്കിൽ മെറ്റീരിയലൈസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ആൾസോ ഡൂയിങ് ദാറ്റ് ഫങ്ഷൻ പ്രൈമർലി ടു അച്ചീവ് ദ ബേസിക് നെസസിറ്റി. ശരിക്കും അടിസ്ഥാന സൗകര്യം പൂർത്തീകരിക്കുന്നതിലേക്ക് വേണ്ടി അല്ലെങ്കിൽ സാധൂകരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹൗസിംഗ് സൊസൈറ്റീസ് ദേ ആർ ടേക്കിംഗ് എ ബേണിംഗ് പ്രോബ്ലം, ഒരു റിസ്കി ആയിട്ടുള്ള ഫാക്ടർ അവർ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് വി ക്യാൻ അപ്രീഷിയേറ്റ് ഹൗസിംഗ് സൊസൈറ്റീസ്. അതും ക്ലാസിഫിക്കേഷനിൽ വരിക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെയ്തികളെ പോലെയാണ്, ഓരോ മനുഷ്യരുടെ ചെയ്തികളെ പോലെ. അവൻ ചെയ്യുന്ന തൊഴിൽ മേഖലയിലെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവൻ താമസിക്കുന്ന സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തി അടിസ്ഥാനത്തിൽ, ഇങ്ങനെ there are so many classifications of cooperative sectors. These are also കോഓപ്പറേറ്റീവ് ലോയിൽ ഒരു മേജർ റോളാണ് ഈ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കോഓപ്പറേറ്റീവ് സെക്ടേഴ്സിനെ കുറിച്ച് ഇത് ലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമല്ല, കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് പഠിക്കുന്ന ഒരു കുട്ടിക്കും അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. വളരെ ബ്ലെസ്സിങ് ആണ്, വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു സിസ്റ്റമാറ്റിക്കലായിട്ട് നമുക്കിത് ഓർമ്മിച്ച് വെക്കാനും എക്സാമിനേഷൻ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കും. തീർച്ചയായിട്ടും മാർക്ക് വളരെ കൂടുതൽ സ്കോർ ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു സോഴ്സ്, ഇത്തരത്തിലുള്ള ഒരു സ്രോതസ് നിങ്ങൾക്ക് വളരെ കൂടുതൽ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, all of you listen here, എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പൊ കോഓപ്പറേറ്റീവ് ലോയെ കുറിച്ചുള്ള വളരെ ബ്രീഫായിട്ട് വരുന്ന വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. നമ്മുടെ ക്ലാസ്സുകളിൽ ഇതിന് ഡീപ്പായിട്ടുള്ള ഇതിന്റെ ഇന്റീരിയർ പോർഷനിലോട്ട് നമ്മൾ പോകുമ്പോഴേക്കും നമുക്കൊരു ആധികാരികമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ലഭ്യമാകും. വളരെ ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, സിസ്റ്റമാറ്റിക്കലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി ഹെൽപ്ഫുൾ ടു ഓൾ ദ സ്റ്റുഡൻസ് ടു സ്കോർ ഹയസ്റ്റ് മാർക്ക് ഇൻ ദി എക്സാമിനേഷൻ ഫ്രം ദ വെരി ബിഗിനിങ്. ഇപ്പോൾ തന്നെ നമുക്കത് സ്വയത്തമാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് എക്സാമിനേഷന് വിൻ ചെയ്യാൻ സാധിക്കും. എല്ലാ കുട്ടികൾക്കും എൻ്റെ സ്ഥാപനത്തിൻ്റെയും വക അനുഗ്രഹങ്ങൾ തന്നിരുന്നു. ബ്ലെസ്സിങ് ആണ്. തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക, നല്ല ഉദ്യോഗാർത്ഥികളും ഉദ്യോഗസ്ഥരുമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.